ഹലോ ഗൈസ്, നമുക്ക് അച്ഛനൊരു സംഭവം വാങ്ങിക്കാൻ പോയാലോ? അപ്പം ഈ വീഡിയോ ഞാൻ കുറേ നാളായി എടുത്തു വെച്ചിട്ട് സ്കൂളിൻ്റെ തിരക്കാരണം എനിക്ക് ഈ വീഡിയോ എടുത്തു വെച്ചതേ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ മഴയത്തായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം നമ്മൾ ഷോപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അവിടെ കുറേ സംഭവം ഉണ്ടായിരുന്നു. വലിയൊരു ഷോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ടച്ച് ചെയ്യുന്ന ടാബ് ഉണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ഓൾറെഡി ടാബ് ഉണ്ട്, പെന്നില്ല കേട്ടോ. പക്ഷേ അപ്പം അവിടെ കുറേ സാധനം ഉണ്ടായിരുന്നു. എന്താണ്, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പം ഇറങ്ങിയൊരു ഓറഞ്ച് നിറത്തുള്ള ഐഫോൺ ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. കുറേ മൊബൈലും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അച്ഛന് വാങ്ങാൻ പോയ സാധനം മൊബൈലാണ്. ഷോപ്പിലത്തെ ഒരു മാമൻ അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ അച്ഛൻ്റെ മൊബൈൽ എൻ്റെ അനിയൻ ജനിക്കുന്നതിന് മുമ്പേ ഒരു വിഷുവിന് വാങ്ങിയിട്ടുള്ള മൊബൈലാണ്. കുറേ പഴക്കമുണ്ട്, ഒരു 4-5 വർഷത്തെ പഴക്കമുള്ള മൊബൈലാണ്. അത് ഫുള്ള് ഹാങ്ങായി, മൊത്തം ചളമായി. അതുകൊണ്ട് നമ്മൾ അച്ഛന് പുതിയ മൊബൈൽ വാങ്ങിക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നുള്ളത്. എൻ്റെ അമ്മയുടെ അതേ മൊബൈൽ തന്നെയാണ് എൻ്റെ അച്ഛനും വാങ്ങിയിട്ടുള്ളത്, ഓപ്പോൻ്റെ മൊബൈൽ. അതേ മൊബൈലാണ്, ഒരു വ്യത്യാസമില്ല. ഒരേപോലത്തെ മൊബൈലാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നുള്ളത്. നല്ല ക്യാമറയാണ് കേട്ടോ. കുറേ നാളായി വാങ്ങിച്ച് യൂസ് ചെയ്തതിൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ ഫോണിനെക്കാട്ടിയും ക്ലാരിറ്റി ഇല്ലതായിരുന്നു കേട്ടോ ഫോൺ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫോൺ ഉള്ളത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മക്കും അച്ഛനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അമ്മയുടെ മൊബൈൽ കണ്ടിട്ടാണ് അച്ഛനും ഇതേ മൊബൈൽ വാങ്ങിച്ചത്. നല്ലൊരു മൊബൈൽ തന്നെയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.